ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൽ സുധീഷ് പഠിച്ച പണി 18 നോക്കുകയാണ് കേട്ടോ. നിധിയോടൊന്നും മിണ്ടാൻ. പക്ഷെ അവൾ അമ്പ് വില്ലിന് അടുക്കുന്നില്ല. നിധിയാണെങ്കിൽ ഹോസ്റ്റലിലെ റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് അവളുടെ ആ ഫ്രണ്ട് വന്നത്. അവൾ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ചോദിക്കുന്നുണ്ട് നിധിക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ എന്നൊക്കെ. അപ്പോൾ അവൾ പറയുന്നുണ്ട് ഇല്ലടാ, എനിക്കൊരു വിഷമമില്ല, ഞാൻ ഓക്കെ ആണെന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ അവൾ പറയുന്നുണ്ട് എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ അവൾ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അവൾ ഗുഡ് നൈറ്റ് പറഞ്ഞ് പോകാൻ നിൽക്കുന്ന നേരത്താണ് കേട്ടോ ജനലിൻ്റെ മുകളിലൂടെ ഒരു ഹാർട്ട് ഷേപ്പിൽ സോറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബലൂൺ, ഹൈഡ്രജൻ ബലൂൺ പൊന്തി പോകുന്നത്. അത് കണ്ടപ്പോഴേ അവൾക്ക് മനസ്സിലായി ഇത് ആരെ പണിയാണെന്ന്. അതുകൂടെ കണ്ടപ്പോൾ അവൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൾ താഴേക്ക് നോക്കുമ്പോൾ സുധീഷ് അവിടെ നിൽക്കുന്നുണ്ട്. രണ്ടും കൽപ്പിച്ച് അവൾ താഴേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. എന്നിട്ട് അവൻ്റെ അടുത്ത് നന്നായിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഇതിൻ്റെ കേടാ, എൻ്റെ മനസ്സമാധാനമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ലേ, ഇങ്ങനെ വെറുപ്പിക്കരുത്, ഓരോ ഡ്രാമയും കൊണ്ടുവരും, എനിക്ക് നിങ്ങളുടെ ഡ്രാമ കാണണ്ട. അത് കേട്ടപ്പോൾ അവൻ പറയുന്നുണ്ട് സോറി നിധി, എന്നോടൊന്ന് ക്ഷമിക്ക്, എനിക്ക് തെറ്റ് പറ്റിപ്പോയി, ഞാൻ സമ്മതിക്കുന്നു, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റ് ഞാൻ ചെയ്തത്, പക്ഷേ സോറി, ഈ സോറി ഒന്നും സ്വീകരിച്ചുകൂടെ, എത്രയായി ഞാൻ പറഞ്ഞ് നടക്കുന്നു. വീട്ടിലാണെങ്കിൽ സുധീഷോ ഹരീഷോ ആ സുഭാഷ് ചേട്ടൻ ആരും എന്നോട് മിണ്ടുന്നില്ല, എല്ലാം ഈ ഒരു കാരണം കൊണ്ടാണ്, മാപ്പ് നിധി മാപ്പ് എന്നൊക്കെ അവനിങ്ങനെ പറയണം കേട്ടോ. പക്ഷെ അതെല്ലാം കേട്ടിട്ട് നിധിക്ക് ആകെ അടിമുടി വിറച്ച് കയറുകയാണ് കേട്ടോ. അവൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അവൾ പറയുന്നുണ്ട് നിങ്ങൾ പോകാൻ നോക്കും, നിങ്ങളുടെ ഡ്രാമയൊന്നും എനിക്ക് കാണേണ്ട ആവശ്യമില്ല, വെറുതെ എൻ്റെ വായെന്ന് കേൾക്കാൻ നിൽക്കണ്ട, ഒന്ന് പോകാൻ നോക്കിക്കേ, നിങ്ങൾ വെറുതെ ഓരോ സീൻ ഉണ്ടാക്കി എന്നെ നാണം കെടുത്താൻ ശ്രമിക്കുകയാണോ, ഇത്രയും കാലം നാണം കെടുത്തിട്ട് പോരെ നിങ്ങൾക്ക്, ഇവരോടൊക്കെ ഞാൻ എന്ത് പറയും, നിങ്ങളിങ്ങനെ ഡ്രാമയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ. ഡ്രാമയോ, സോറി നിധി, എനിക്ക് പറ്റിപ്പോയി, തെറ്റിന് ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ. അപ്പോൾ അവൾ പറയുന്നുണ്ട് ഒന്നും ചെയ്യണ്ട, ദയവ് ചെയ്ത് എന്നെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ മതി, ഇവിടെ നിന്ന് പോയി തന്നാൽ മതി. ഇനി അവളോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി സുധീഷ് ദേഷ്യത്തോട് കൂടെ അവിടെ നിന്ന് പോകാണ് കേട്ടോ. അങ്ങനെ നിധിയും തിരിച്ച് ഹോസ്റ്റലിലേക്ക് കയറി പോകുമ്പോൾ ബാക്കിൽ ഒരു 4-5 പെൺകുട്ടികൾ ഇവരുടെ ഈ പ്രശ്നം കണ്ട് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് ആകെ ചമ്മൽ തോന്നിയിട്ട് അവൾ അകത്തേക്ക് കയറി പോവാണ്. പക്ഷെ ആ സമയത്ത് തന്നെ സുധീഷ് അവൾ പോയി എന്ന് വിചാരിച്ചിട്ട് അവളുടെ ഫ്രണ്ട്സിനോട് വന്നിട്ട് പറയുന്നുണ്ട്, അതെ നിങ്ങൾ ദയവേത് അവളെ കൊണ്ടൊന്ന് എന്നെ മിണ്ടിപ്പിക്കുമോ, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കും, ഞാൻ അവളും ചെറിയൊരു പിണക്ക. പക്ഷെ അവളോട് സോറി പറഞ്ഞിട്ടൊന്നും അവൾ മിണ്ടുന്നില്ല. നിധീൻ്റെ ദേഷ്യത്തോടുള്ള നോട്ടം കണ്ടപ്പോൾ സുധീഷ് പെട്ടെന്ന് തന്നെ അവിടുന്ന് പോവാണ് കേട്ടോ. അങ്ങനെ അവനൊന്ന് കൂർപ്പിച്ച് നോക്കി അവളകത്തേക്ക് പോവാണ്. പിന്നീട് കാണിക്കുന്നത് ഹോസ്റ്റൽ റൂമുകളിൽ അവളിങ്ങനെ ഇരിക്കുന്നുണ്ട്, ചുറ്റും ഈ പെൺകുട്ടികളുണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, അല്ല നിധി എന്താ പ്രശ്നം, അയാൾ നിധിയുടെ റിലേറ്റീവ് തന്നെയല്ലേ പറഞ്ഞേ, പക്ഷെ എന്തിനാ അയാൾ ഇങ്ങനെ സോറി പറഞ്ഞു വരുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ട്, അയാൾ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ നിധിനോട്, പറ നിധി എന്താ പ്രശ്നം എന്നിങ്ങനെ അവർ ചോദിക്കുകയാണ്. അവൾക്കാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ, കാരണം ആരും വിചാരിക്കാത്ത കാര്യമാണല്ലോ അവരുടെ ലൈഫിൽ നടന്നത്, അതെങ്ങനെ അവൾ അവരോട് പറയും, അതൊക്കെയാണ് അവൾ ചിന്തിക്കുന്നത്. ഞങ്ങൾ ഏതോ ഒരു തമിഴ് സിനിമയിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, പക്ഷെ അത് കാമുകനായിരുന്നു, ഇതാരാ നീതി, നിൻ്റെ ബോയ് ഫ്രണ്ട് ആണോ. അപ്പോൾ അവൾ പറയുന്നുണ്ട് അയ്യോ അങ്ങനെയൊന്നുമില്ല, ആ ഓക്കെ, പക്ഷെ അയാൾ എന്തോ ഒരു ചെറിയ തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, പാവല്ലേ നീതി, ഇങ്ങനെയൊക്കെ വന്ന് പറയുന്നതല്ല, ഒരു സോറി കൊടുത്തേക്ക് എന്നിങ്ങനെ പറയണം കേട്ടോ. പക്ഷെ അവളുടെ ഫ്രണ്ട് അവളെ രക്ഷിക്കുന്നുണ്ട്. അവൾ പറയുന്നുണ്ട് ഓ ഇനി നിങ്ങൾ റാഗിങ് ആയിട്ടൊന്നും വരണ്ട, അവളിപ്പോൾ വന്നല്ലേ ഉള്ളൂ, നിങ്ങളെല്ലാവരും പോയിക്കേ, ഞാൻ ചോദിച്ചോളാം അവളോട് എന്നും പറഞ്ഞിട്ട് അവരെ പറഞ്ഞയക്കാണ് കേട്ടോ. അങ്ങനെ അവർ ശരിയെന്നും പറഞ്ഞ് ചിരിച്ച് അവരുടെ റൂമുകളിലേക്ക് പോവാണ്. അത് നിധിക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ് നൽകിയത്. അവർ പോയി കഴിഞ്ഞപ്പോൾ ദിവ്യ അവളോട് ചോദിക്കുന്നുണ്ട്, നിധി അവർ പറഞ്ഞതൊക്കെ ശരിയാ, കാരണം അയാൾ ഇങ്ങനെ സോറിക്ക് വന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നടന്നിട്ടുണ്ടാവില്ലേ, അല്ലെങ്കിൽ പിന്നെ നിൻ്റെ റിലേറ്റീവ് അല്ല, അതുകൊണ്ടാണോ നീ അവിടെ വിട്ടിങ്ങോട്ട് വന്നത്. അപ്പോൾ നിധി പറയുന്നുണ്ട് ദിവ്യ താൻ വിചാരിക്കുന്ന പോലെ നല്ല കാര്യങ്ങൾ അത് പറയാതിരിക്കുന്നത് നല്ലത്, പ്ലീസ് എന്നോട് ചോദിക്കല്ലേ. അപ്പം ആ ഒരു മറുപടി ദിവ്യയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, കാരണം അവൾ നിധിയെല്ലാം തുറന്ന് പറയണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും അവളെ ബുദ്ധിമുട്ടിക്കാൻ വയ്യല്ലോ, അതുകൊണ്ട് നിർബന്ധിച്ചില്ല. അങ്ങനെ ദിവ്യ പറയുന്നുണ്ട് ഓക്കെ നിധി ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞ റൂമിലേക്ക് പോവാണ് കേട്ടോ. ദിവ്യ പോയത് നിധി അതേ ഇരിപ്പിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. ഒരു തരം മടുപ്പ് അവൾക്ക് ജീവിതത്തിനോട് വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല സുധീഷിനോട് താൻ ക്ഷമിക്കണോ, ഇനിയിപ്പം സുധീഷിന് അത് എന്തായാലും എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിയതായിരിക്കും, അല്ലെങ്കിൽ ഒരിക്കലും അവൻ അങ്ങനെ ചെയ്യില്ല, പക്ഷേ ഇനി ഞാൻ ക്ഷമിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഈ തെറ്റ് അവൻ എന്നോട് ചെയ്യോ എന്നൊക്കെയുള്ള 100,000 ചിന്ത അവൾ അലട്ടുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ചായക്കടയിൽ ഇങ്ങനെ ഇരിക്കുന്ന ഭാസ്കറിനെയാണ് കേട്ടോ. അപ്പം തന്നെ ഗംഗ അങ്ങോട്ട് വരുന്നുണ്ട്. ഗംഗാധരനെ കണ്ടപ്പോൾ ഭാസ്കരനെ അടിമുടി കയറുന്നുണ്ട്, എന്നാലും ഒന്നും മിണ്ടുന്നില്ല, മിണ്ടിയിട്ട് കാര്യമില്ലല്ലോ. ഗംഗാധരനാണെങ്കിൽ ഭാസ്കരനെ ചൂഴ്ന്ന് നോക്കുന്നുണ്ട്, കളിയാക്കാനോ കുറ്റപ്പെടുത്താനോ എന്തെങ്കിലും അവസരം കിട്ടിയാലോ, വെറുതെ വിടാൻ പറ്റില്ലല്ലോ. അപ്പോഴാണ് സുഭാഷ് അങ്ങോട്ട് വരുന്നത് കേട്ടോ. അങ്ങനെ സുഭാഷ് കടക്കാനോടൊരു ചായ പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട് എടാ മോനെ നീ പൈസ കൊടുക്കണ്ട, ഞാൻ കൊടുത്തോളാട്ടാ. എന്നിട്ട് പിന്നെ പറയുന്നത് അല്ലെങ്കിൽ വേണ്ട നീ എൻ്റെ പൈസയും കൂടെ കൊടുത്തേക്ക് എന്ന് പറയാണ്. അങ്ങനെ സുഭാഷ് ചായക്ക് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ചായക്കടക്കാരൻ ചോദിക്കുന്നുണ്ട്, അല്ല സുഭാഷേ നിൻ്റെ അനിയൻ്റെ ഭാര്യ വീട്ടിൽ നിന്ന് പോയി എന്ന് കേട്ടല്ലോ, സത്യമാണോ, എന്താ പ്രശ്നം, ഇറങ്ങിപ്പോയതാണോ, എന്തായാലും നിങ്ങളെ വീട്ടിലാ കൊച്ച് ഇത്രയും കാലം നിന്നതന്നെ വലിയ ഭാഗ്യം. അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ സുഭാഷ് ആകെ ചമ്മി നാറാണ് കേട്ടോ. അവന് ഭയങ്കര വിഷമമായിട്ടുണ്ട്. നാണക്കേട് എന്നൊക്കെ പറഞ്ഞാൽ അമ്മാതിരി നാണക്കേടാണ്. ഇത്രയും കാലം അനുഭവിച്ചതിനെക്കാട്ടി കൂടുതൽ ഒരു ധർമ്മസങ്കടത്തോടു കൂടിയാണ് അവൻ ഈ ഒരു കാര്യം കേൾക്കുന്നത്. ഭാസ്കറിൻ്റെ കാര്യം മറിച്ചല്ല, ഭാസ്കറിന് ഭയങ്കര വിഷമവും അത് കേട്ടപ്പോൾ. പക്ഷെ വിഷമത്തോടെ തളർന്നിരിക്കാൻ പറ്റില്ലല്ലോ. ഭാസ്കരൻ വലിയ മൈൻഡ് കൊടുക്കാതെ അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഇയാൾ വീണ്ടും ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഗംഗ അതുമ്പോൾ പിടിച്ച് കയറുന്നുണ്ട്. അതെ അതെ ആ കൊച്ചു പോയല്ലോ, എന്തായാലും ആ കൊച്ചിൻ്റെ കഷ്ടകാലം ഈ വീട്ടിൽ വന്ന് കയറിയത്, ഇവിടെ ആരെങ്കിലും നിൽക്കുമോ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിക്കാറ് കേട്ടോ.
നാട്ടുകാരും കൂടെ ഉണ്ട്. സുഭാഷ് ആണെങ്കിൽ മറുത്തൊന്നും പറയാതെ അവനോട് നിന്ന് ഇറങ്ങി പോവാണ്. എന്നാൽ ഭാസ്കരൻ ഗംഗാധരനെ വെറുതെ വിടാൻ ഒരു പ്ലാനും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഗംഗാധരനെ വിളിക്കുന്നുണ്ട്. എടാ പുന്നാര ചേട്ടാ ഒന്നിങ്ങോട്ട് വന്നേ. ആ വിളിയിൽ എന്തോ പന്തികേട് ഗംഗാധരൻ തോന്നിയെങ്കിലും ഗംഗാധരൻ മൈൻഡ് ആക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഭാസ്കരൻ കൈ പിടിച്ചു വലിച്ച് കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അല്ല ഞാനൊരു കാര്യം ഇവിടെ പറയണോ, ഇവിടെ ഞാൻ ആ ബോംബ് പൊട്ടിക്കണോ? അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, നീ ആരടാ, നീ എന്നെ പേടിപ്പിക്കാൻ? ആരാ പേടിപ്പിക്കുന്നത് ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞിട്ട് ഭാസ്കരൻ പറയുന്നുണ്ട്, നിൻ്റെ മകളില്ലേ, നിൻ്റെ അനന്തരവള് മരുമക്കള്, അതായത് നിൻ്റെ തങ്കം പോലത്തെ ആ ഒരു പെങ്ങളില്ലേ പൂതന ലളിത, അവളുടെ മകള് എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ മോനെ കല്യാണം കഴിക്കണമെന്ന് ഒറ്റ കാലിൽ നിന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടാവും. കല്യാണത്തലേന്ന് അവൾ എൻ്റെ വീട്ടിലായിരുന്നില്ലേ? അത് ഞാനിവിടെ പറഞ്ഞാലുണ്ടല്ലോ ആരാ നാറുകയെന്നറിയാം, നല്ല രീതിക്ക് നാറും. പറയണോ? അത് കേട്ടപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, ഐഷ് നീ എന്തിനാടാ എപ്പോഴെപ്പോഴും ഈ കാര്യം എടുത്തിട്ടുണ്ട്? പിന്നെ ഏത് കാര്യമാടാ ഞാൻ എടുത്തിട്ടുണ്ട്? ഞാനിത് എന്തായാലും ഇവരോട് പറയും. നീ നാറുവടാ, നിങ്ങളെ കുടുംബം മൊത്തം നാറും. എന്തേ വേണോ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ ആ കുട്ടീൻ്റെ വീട്ടിൽ പോയി പറഞ്ഞോളാം, ആ കുട്ടിയെ എന്തായാലും ഇവിടെ കൊണ്ടാക്കിക്കോളും. എന്തേ കാണണോ? അത് കേട്ടപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഭാസ്കര വെറുതെ പ്രശ്നം ഉണ്ടാക്കില്ല, ഞാൻ എന്തായാലും ഒന്നും പറയില്ല എന്ന് പറഞ്ഞിട്ട് ഒത്തുതീർപ്പാക്കാൻ കേട്ടോ. അപ്പോൾ ആ കടക്കാരൻ ചോദിക്കുന്നുണ്ട്, എന്താ ചേട്ടനാണ് ഒരു രഹസ്യം? ഒന്നുമില്ല, ഞങ്ങൾ വെറുതെ ഓരോ കാര്യങ്ങൾ പറയാം. അങ്ങനെ പറയാൻ കേട്ടോ ഗംഗാധരൻ, കാരണം അത്രയ്ക്കും പേടിയുണ്ട് ഭാസ്കരന്. പിന്നീട് കാണിക്കുന്നത് രാവിലെ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സുഭാഷ് ഏട്ടൻ വർക്കിന് പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. സുധീഷ് ആണെങ്കിൽ അവിടെ സോഫയിലിരുന്ന് ഫോണിൽ കളിക്കുന്നുണ്ട്. അരീഷും പോകാനായിട്ട് റെഡി ആവാണ് കേട്ടോ. ആ സമയത്താണ് നികേഷ് മൂടി പൊതിച്ച് കിടന്നുറങ്ങുന്നത്. അവൻ ഇതുവരെ എണീറ്റിട്ടില്ല. അങ്ങനെ സുഭാഷ് ഏട്ടൻ അവനെ വിളിക്കുന്നുണ്ട്, എന്താണ് നീ എണീക്കാത്ത നികേഷേ, നിനക്ക് കോളേജിൽ പോകണ്ടേ, സമയമായല്ലോ? പക്ഷെ അവനൊന്നും മിണ്ടുന്നില്ല കേട്ടോ. അങ്ങനെ സുഭാഷ് ഏട്ടൻ വന്നൊന്ന് തൊട്ട് നോക്കുമ്പോഴാണ് പൊള്ളുന്ന പനി. സുഭാഷ് അവനെ തട്ടി വിളിക്കുന്നുണ്ട് കേട്ടോ, പക്ഷെ നികേഷ് എണീക്കുന്നില്ല. അങ്ങനെ പറയുന്നുണ്ട്, അയ്യോ പൊള്ളുന്ന പനിയാണല്ലോ, എടാ മോനെ എണീക്കടെ, എന്താ നിനക്ക് പറ്റിയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ലീവാക്കാം, ഞാൻ എന്തായാലും ഭായിനെ വിളിച്ച് പറയട്ടെ. അത് കേട്ടപ്പോൾ നികേഷ് പറയുന്നുണ്ട്, ഇല്ല ഏട്ടാ കുഴപ്പമൊന്നുമില്ല, ഏട്ടൻ ലീവാക്കൊന്നും വേണ്ട, അത് ചൂടുവെള്ളം കുടിച്ചാലൊക്കെ മാറും എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോഴാണ് അരീഷ് അങ്ങോട്ട് വരുന്നത് കേട്ടോ. അങ്ങനെ അരീഷ് ചോദിക്കുന്നുണ്ട്, എന്താണ് നികേഷ് നീ എണീക്കാത്ത, കുറേ സമയമായാലോ, നിനക്ക് കോളേജിൽ പോകണ്ടേ? അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, എടാ അവന് പനി. പനിയോ, നോക്കട്ടെ എന്നും പറഞ്ഞ് അരീഷ് ഒന്ന് നോക്കാനുണ്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എന്താ നിനക്ക് പറ്റിയേ? അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, ഈ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം വന്ന് ആദ്യം പനിക്കുന്നത് അവനല്ലേ, എന്തെങ്കിലും ഒരു വിഷമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവന് പെട്ടെന്ന് പനിക്കല്ലോ. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, ഓ ഏടത്തി പോയേണ്ടി ആവൂലേ, ആ എന്താണ് നിനക്ക് മാത്രം അങ്ങനെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, അവന് പെട്ടെന്ന് വിഷമം വരടാ, അതാണ് അവൻ്റെ ബോഡിയിൽ കാണുന്നത്. എന്നിട്ട് ഹരീഷ് പറയുന്നുണ്ട്, എന്നാൽ ശരി ഏട്ടാ ഞാൻ പോവാട്ടോ, എടാ നികേഷ് റെസ്റ്റ് എടുക്കട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഓടിപ്പായാൻ നിൽക്കണ്ട എന്നും പറഞ്ഞിട്ട് അവൻ പോവാണ് കേട്ടോ. അങ്ങനെ സുഭാഷ് ഏട്ടൻ വീണ്ടും അവനോട് ചോദിക്കുന്നുണ്ട്, നികേഷേ ഞാൻ ലീവ് എടുക്കണോ? വേണ്ട ഏട്ടാ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഏട്ടൻ പോകാൻ നോക്ക്, വെറുതെ ലീവൊന്നും എടുക്കണ്ട. അപ്പം സുധീഷ് പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ നിങ്ങൾ പോയിക്കോ, ഞാനിവിടെ ഉണ്ടല്ലോ, ഞാൻ നോക്കിക്കോളാം. അല്ലടാ നിനക്ക് എന്തെങ്കിലും തിരക്കുണ്ടാവില്ലേ? എന്ത് തിരക്ക് സുഭാഷ് ഏട്ടാ, ഞാൻ നോക്കിക്കോളാം. എടാ പിന്നെ സമയത്തിന് ഗുളിക കൊടുക്കണേ. അവനിപ്പോൾ കഴിച്ചല്ലേ ഉള്ളൂ, അവന് ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ, ഞാൻ നോക്കിക്കോളാം. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് കൊടുക്കാം പോരെ? അപ്പോൾ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, കട്ടിയുള്ള ഭക്ഷണം. അത് പറഞ്ഞപ്പോഴേക്കും സുധീഷ് പറയുന്നുണ്ട്, ഓ എനിക്കറിയാം സുഭാഷ് ഏട്ടാ, കഞ്ഞി വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ചായയും പെന്നും പോരെ? അങ്ങനെ സുഭാഷ് ഏട്ടൻ അവരോട് ബൈ പറഞ്ഞ് പോകാൻ നിൽക്കുമ്പോൾ സുധീഷ് സുഭാഷ് ഏട്ടാന്ന് വിളിച്ചിട്ടൊരു കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ. ചമ്മലോട് കൂടിയാണ് ചോദിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നിധി വിളിച്ചിട്ടുണ്ടായിരുന്നോ എന്നായിരുന്നു. അത് കേട്ടപ്പോൾ സുഭാഷിന് ദേഷ്യം വന്നിട്ട് സുഭാഷ് പറയുന്നുണ്ട്, ഇല്ല ഞാൻ പോകാമെന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് പോകാണ് കേട്ടോ. അങ്ങനെ പിന്നെ തൻ്റെ അടുത്തടവ് നികേഷിനെ എങ്ങനെയെങ്കിലും കൈക്കലാക്കണമല്ലോ, അവനെ വിളിക്കാതിരിക്കില്ലല്ലോ അവൾ, അതും പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. നികേഷിനാണെങ്കിൽ അടിമുടി കലി കയറി നിൽക്കുകയാണ്. അവന് തീരെ സഹിക്കാൻ പറ്റിയിട്ടില്ല നിധി പോയ കാര്യം. അതും പിന്നെ സുധീഷ് കാരനാണെങ്കിൽ പിന്നെ അവനോടുള്ള ദേഷ്യം പറയണോ. അങ്ങനെ സുധീഷ് നികേഷിൻ്റെ അടുത്ത് പോയിരുന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവൻ തൊട്ട് നോക്കുമ്പോൾ നല്ല പൊള്ളുന്ന പനിയാണ്. അങ്ങനെ പറയുന്നുണ്ട്, അല്ല നികേഷ് നിനക്ക് മാത്രം എന്താടാ, ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, പനി വരുന്നത് എന്നൊക്കെ എങ്ങനെ പറയാൻ കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അല്ല നിന്നെ നിധി വിളിച്ചായിരുന്നോ? അത് കേട്ടപ്പോൾ അവൻ പറയുന്നുണ്ട്, ഇല്ല. അതെന്താ അവൾ നിന്നെ വിളിക്കാതിരിക്കില്ലല്ലോ? ഇല്ല എന്നെ വിളിച്ചിട്ടില്ല. അപ്പം സുധീഷ് പറയുന്നുണ്ട്, അല്ല നീ എന്തായാലും ഒന്ന് വിളിച്ച് നോക്കിയെന്ന് പറഞ്ഞിട്ട് അവർ ഫോൺ കൊടുക്കാണ് കേട്ടോ. അപ്പോൾ നികേഷിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അവനിങ്ങനെ എന്തെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അല്ലടാ നിനക്ക് വയ്യല്ലോ, നിനക്ക് പനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളിങ്ങോട്ട് വരാതിരിക്കില്ലല്ലോ. അപ്പോൾ നികേഷ് പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, നിങ്ങൾക്ക് നിങ്ങളെ പറ്റി മാത്രമേ വിചാരമുള്ളൂ, നിങ്ങൾ എന്ത് സ്വാർത്ഥന, എനിക്ക് നിങ്ങളെ കാണുമ്പോഴേ ദേഷ്യം വരിക, ഞാൻ വിളിക്കില്ല, എനിക്കിങ്ങനെ ഡ്രാമയൊന്ന് കളിച്ച് ഏടത്തിനെ അങ്ങോട്ട് വരുത്തേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങളൊന്ന് പോയിക്കേ, എനിക്ക് നല്ലോണം ദേഷ്യം വരുന്നുണ്ട്. അത് കേട്ടപ്പോൾ സുധീഷ് ആകെ ചമ്മുകയാണ് കേട്ടോ. കാരണം അവൻ എങ്ങനെയെങ്കിലും നിധീനെ അങ്ങോട്ട് കൊണ്ടുവരണം, അത്രയേ ഉള്ളൂ. അവിടെ ബാക്കിയുള്ളവരൊന്നും അവൻ മൈൻഡേ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഈ വയ്യാത്തവനോട് ഇങ്ങനെയൊക്കെ ചോദിക്കുമോ? അപ്പോൾ നികേഷിന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നികേഷ് അവിടെ നിന്ന് എണീറ്റ് പോകാൻ പറയുന്നുണ്ട് സുധീഷിനോട്. ആ ദേഷ്യത്തിൽ സുധീഷ് അവിടെ നിന്ന് എണീറ്റിട്ട് അവനോട് ചൂടാവുന്നുണ്ട് കേട്ടോ. വീട്ടിലെന്തെങ്കിലും വന്ന് അപ്പോഴേക്കും അവന് പനി വരും. ഓ ഒരു ഇള്ള കുട്ടി, എന്തായാലും നിൻ്റെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നീ ആയിട്ടുണ്ട്, അത് മതി എന്നും പറഞ്ഞിട്ട് അവൻ സോഫയിൽ പോയിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അങ്ങനെ തലപകഞ്ഞ് ആലോചിക്കുന്നുണ്ട്, എന്താ ഒരു മാർഗം നിധിയായിട്ടൊന്ന് കണക്റ്റ് ആവാനും അവളൊന്ന് മാപ്പ് തരാനും. അതിനുള്ള ഏക വഴി നികേഷും സുഭാഷ് ഏട്ടനൊക്കെ ആയിരുന്നു. പക്ഷെ അവർ അമ്പന് വില്ലിൽ അടുക്കുന്നില്ലല്ലോ. പിന്നീട്
കാണിക്കുന്നത് നിധിനെയാണ് കേട്ടോ. സുഭാഷ് ചേട്ടൻ അവളെ വിളിക്കുന്നതാണ്. അവളാണെങ്കിൽ ഓഫീസിൽ തൻ്റെ ബോസുമായിട്ട് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. അങ്ങനെ അവൾ സാറോട് പറയുന്നുണ്ട്, സാർ ഒറ്റ മിനിറ്റ്. അപ്പോൾ സാർ ഓക്കെ ഓക്കെ ക്യാരി ഓൺ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അവൾ മാറി നിന്ന് ഫോൺ അറ്റൻഡ് ചെയ്യാണ്. അത് സുഭാഷ് ചേട്ടനായിരുന്നു കേട്ടോ. അപ്പോൾ സുഭാഷ് ചേട്ടൻ പറയുന്നുണ്ട്, മോളെ നിധി നീ തിരക്കിലായിരുന്നു. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അല്ല ഏട്ടാ പറഞ്ഞോളൂ. അങ്ങനെ സുഭാഷ് പറയുന്നുണ്ട്, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ മോളെ, ഓക്കെ അല്ലേ, ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? അപ്പോൾ അവൾ പറയുന്നുണ്ട്, കുഴപ്പമില്ല ഏട്ടാ, എല്ലാം ഓക്കെയാണ്. അങ്ങനെ സുഭാഷ് പറയുന്നുണ്ട്, നിനക്ക് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് വരാം കേട്ടോ. അത് കേട്ടപ്പോൾ അവൾക്ക് ഒരു സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, അയ്യോ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, നീ അവിടെ വന്ന് നിൽക്കണം എന്നല്ല, നിനക്ക് എപ്പോൾ ഞങ്ങളെ കാണാൻ വരണം തോന്നിക്കഴിഞ്ഞാൽ നീ വീട്ടിലേക്ക് വരണം. പിന്നെ നിനക്ക് എന്ത് പ്രശ്നം വന്നാലും ഒരേട്ടനായിട്ട് ഞാൻ എപ്പോഴും ഉണ്ടായിരിക്കും, നീ എന്നെ വിളിക്കണം. അത് കേട്ടപ്പോൾ അവളെ മനസ്സ് സ്നേഹം കൊണ്ട് നിറയാണ് കേട്ടോ. കാരണം അവൾക്ക് അത്ര ഇഷ്ടമാണ് സുഭാഷ് ഏട്ടനെ. ഒരു ഏട്ടനായിട്ട് അവൾ അത്രയും സ്നേഹിക്കുന്നുണ്ട്. സ്വന്തം ഏട്ടൻ്റെ അടുത്ത് അവൾക്ക് ഇത്ര ഒരു പരിഗണനയോ അല്ലെങ്കിൽ ഒരു കെയറോ ഒന്നും കിട്ടിയിട്ടില്ലല്ലോ. പക്ഷേ സുഭാഷ് ഏട്ടൻ അവളെ വേണ്ടോളം ഒരു അച്ഛൻ്റെയും ഏട്ടൻ്റെയും സ്ഥാനത്ത് നിന്ന് നോക്കുന്നുണ്ടല്ലോ. അതോടുകൂടി എപ്പിസോഡോട് അവസാനിക്കാണ് കേട്ടോ. അടുത്ത എപ്പിസോഡ് കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കണ്ട. ഓക്കെ ബൈ, താങ്ക്